വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിന് തുറന്നു കാട്ടിയ വിശ്വവിഖ്യാതമായ നാപ്പാം ഗേൾ ചിത്രത്തിന്റെ ക്രെഡിറ്റ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന നീക്കി. നാപ്പാം പെൺകുട്ടിയുടെ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ എന്ന പദവിയിൽ നിന്ന് വിയറ്റ്നാംകാരൻ നിക്കുട്ടിനെയാണ് നീക്കിയത്. ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണെന്ന സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ 100 ഫോട്ടോകളിൽ 41-ാം സ്ഥാനത്തുള്ള ചിത്രമാണ് ദ ടെറർ ഓഫ് വാർ എന്നും പേരുള്ള നാപ്പാം ഗേൾ. തെക്കൻ വിയറ്റ്നാമിൽ US-ന്റെ നാപ്പാം ബോംബാക്രമണത്തിൽ പൊള്ളലേറ്റ് കരഞ്ഞുകൊണ്ടോടുന്ന കിം ഫുക് എന്ന 9 വയസ്സുകാരിയാണ് ചിത്രത്തിലുള്ളത്. 1973-ലെ വേൾഡ് പ്രസ് ഫോട്ടോ പുരസ്കാരവും സ്പോട്ട് ന്യൂസ് ഫോട്ടോഗ്രഫിക്കുള്ള പുലിറ്റ്സർ സമ്മാനവും നേടിയ ചിത്രം നിക് ഊട്ടിനെ ലോക പ്രശസ്തനാക്കി. വിവാദ ഡോക്യുമെന്ററിക്ക് ശേഷവും ഫോട്ടോ താനെടുത്തതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിക് ഊട്ട്. എന്നാൽ വിവാദമുണ്ടായതോടെ ചിത്രമെടുത്തയാളുടെ പേരിന്റെ സ്ഥാനത്ത് ഇനി മുതൽ അറിയില്ല എന്ന് കുറിക്കും. അസോസിയേറ്റഡ് പ്രസ് സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായ നിക് ഊട്ട് അല്ല ചിത്രം പകർത്തിയതെന്നും മറിച്ച് പ്രാദേശിക ഫ്രീലാൻസർ ഫോട്ടോഗ്രാഫറായ നോയൻ ടാൻ ആണെന്നുമാണ് വാദം. US-ലെ യൂട്ടായിൽ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ദ സ്ട്രിങ്ങർ എന്ന ഡോക്യുമെന്ററിയാണ് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ നോയൻ ടാൻ ആണ് ചിത്രമെടുത്തതെന്ന് അവകാശപ്പെട്ടത്. ഗൗരി നൈറ്റും സംഘവും തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ നോയൻ ടാൻ പങ്കെടുത്തിരുന്നു. താനാണ് നാപ്പാം പെൺകുട്ടിയായ കിം ഫുക്കിന്റെ പടമെടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1972 ജൂൺ 8-നാണ് ചിത്രമെടുത്തത്. NBC വാർത്താ സംഘത്തിനൊപ്പമാണ് ട്രാങ് ബാങ് നഗരത്തിൽ പോയത്. നിലവിളിച്ചോടി വന്ന 9 വയസ്സുകാരിയായ കിം ഫുക്കിന്റെ ചിത്രമെടുത്തത് അവിടെ വെച്ചാണ്. $20 പടം APക്ക് വിൽക്കുകയായിരുന്നു. സത്യം കണ്ടെത്താനായി 2 വർഷത്തിലേറെ നീണ്ട അന്വേഷണമാണ് നടത്തിയതെന്ന് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദം വ്യാജമാണെന്നും ഡോക്യുമെന്ററിയോട് യോജിക്കുന്നില്ലെന്നും കാനഡയിലുള്ള നാപ്പാം ഗേൾ കി ഫുങ് പ്രതികരിച്ചിരുന്നു. നിക് ഊട്ട് തന്നെയാണ് ഫോട്ടോ എടുത്തതെന്നും ഇക്കാര്യം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണെന്നുമുള്ള നിലപാടാണ് APയുടേത്. മറ്റ് തെളിവുകൾ ഉണ്ടെങ്കിൽ കൈമാറാൻ ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാർത്താ ഏജൻസി വക്താവ് പറഞ്ഞിരുന്നു. എന്നാൽ ആരാണ് ഫോട്ടോ എടുത്തത് എന്നത് സംശയത്തിലായിരിക്കുന്നെന്നും 70 വർഷമായി ഫോട്ടോ ജേർണലിസത്തിൽ മൂല്യാധിഷ്ഠിത മാനദണ്ഡങ്ങൾക്കായി നിലകൊള്ളുന്ന സംഘടന ഇക്കാര്യത്തിൽ വസ്തുതകളും തെളിവുകളും മാനിച്ച് നിക് ഊട്ടിന്റെ പേര് നീക്കുകയാണെന്നും വേൾഡ് പ്രസ് ഫോട്ടോ അറിയിച്ചു. ഫോട്ടോയ്ക്ക് അന്ന് നൽകിയ പുരസ്കാരത്തിന് ഒരു മാറ്റവുമില്ല. ഫോട്ടോഗ്രാഫർ ആര് എന്നതിൽ മാത്രമാണ് പുനരവലോകനമെന്നും അവർ വ്യക്തമാക്കി.